ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ റേഷ്യോ അല്ലേ, പേജ് നമ്പർ 89 പ്രോബ്ലംസ് ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പേജ് നമ്പർ 87 പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 5 എർത്ത് നമ്മുടെ ഭൂമി മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ ട്രിപ്പ് ടു ഹോട്ട് സ്പ്രിംഗ് അതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസറും ഫുൾ ആക്ടിവിറ്റീസും മലയാളം എക്സ്പ്ലനേഷനും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫാത്തിമ തുരുത്ത് എന്ന കവിത കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതയുടെ ഫുൾ എക്സ്പ്ലനേഷനും ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ പറഞ്ഞ സബ്ജക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് മാത്സ് ആണ്. അപ്പോൾ പറയുന്ന എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല, കുറച്ച് ആൾക്ക്. കാരണം നമ്മൾ അങ്ങനെ വലിയ രീതിയിലൊന്നല്ല, ഈ ഒരു ചെറിയൊരു പരിമിതിക്കുള്ളിൽ നിന്നാണ് നമ്മൾ മാത്സ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് അറിയില്ല. എന്നാൽ ഏതെങ്കിലും 2-3 ആൾക്കാർക്ക് മനസ്സിലായാലും ഐ ആം വെരി ഹാപ്പി. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് മനസ്സിലാവുന്നില്ലെന്ന്. കാരണം നമ്മൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷനിൽ ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ ചിലർ പറയും റേഷ്യോസിൻ്റെ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തതാണ്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വീഡിയോ കണ്ട് നോക്കുക. ഇനി എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. റേഷ്യോ വെരി സിമ്പിളാണ്. ഇതിന് ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ടത് ഡിവിഷനാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഡിവിഷൻ ചെയ്യണം. അതാണ് ഇതിലെ മെയിൻ സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹാമിന ഹാസ് 105 rupees with her and Mercy has 175 rupees. What is the ratio of the smaller amount to the larger? അപ്പോൾ ഇവിടെ ആമിൻ്റെ കയ്യിൽ എത്ര 105 രൂപയും അതേപോലെ മേഴ്സിയുടെ കയ്യിൽ 175 റുപ്പീസും ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സ്മോളർ എമൗണ്ട് ടു ദ ലാർജർ. സ്മോളർ എമൗണ്ട് ടു ദ ലാർജർ, അതാണ് നമ്മൾ കാണേണ്ടത്. അതിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി നോക്കാം. അമൗണ്ട് വിത്ത് ആമിന 105 rupees, എമൗണ്ട് വിത്ത് മേഴ്സി 175 rupees. ഇനി റേഷ്യോ ഓഫ് സ്മോളർ എമൗണ്ട് ടു ദ ലാർജർ. സ്മോളർ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 105 ആണ് ഈസ് ടു 175. ഓക്കെ, ഇനി നമ്മൾ 105 175 ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് 35 ആണ്. ആ 35 നമ്മൾ കണ്ടുപിടിച്ചിട്ട് 105നെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 175നെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 3:5. ഓക്കെ, 3:5. അപ്പോൾ നമ്മുടെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല, ഇത് 35 ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 105/5. 5 നമുക്കറിയാമല്ലോ, ഇത് 5ഉം 5ഉം പിന്നെ 0ൻ്റെ പ്ലേസിൽ വന്നതിനെ കൊണ്ട് എന്തായാലും 5 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അങ്ങനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 21, 35, 21, 35 കിട്ടി. പിന്നെ അതിൽ കോമൺ ആയിട്ട് പോകുന്നത് 7 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് 21നെ 7 കൊണ്ടും ഡിവൈഡ് ചെയ്തു, 35നെ 7 കൊണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 21 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 3 ആണ്, 35 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 3:5 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താണ്, നമ്മൾ 105നെ ആദ്യം നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു, 105 ഡിവൈഡഡ് ബൈ 5 ചെയ്തു. അപ്പോൾ നമുക്ക് 21 കിട്ടി. ആ 21 7ലാണ്. അപ്പോൾ നമ്മൾ 7 കിട്ടി. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, 105നെ ഒറ്റയടിക്ക് 35 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 35 ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അല്ലെങ്കിൽ നമ്മളിങ്ങനെ 2 സ്റ്റെപ്പിൽ ചെയ്യേണ്ടി വരും. എങ്ങനെ മനസ്സിലാവും? അതിന് നമ്മൾ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 6ാം ക്ലാസ്സിലൊക്കെ, അതെടുക്കണം. അതല്ലെങ്കിൽ ഫാക്ടർ എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു വേ പറഞ്ഞു തരികയാണ്. നമ്പർ 1 105 ആണ്. ഇതിന് ഏതൊക്കെ ഫാക്ടർ ഉണ്ട്? ഇത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 7, 15, 21, 35, 105. ഇത്രയും നമ്പർ ഇതിൻ്റെ 105ൻ്റെ ഫാക്ടേഴ്സാണ്. അതേപോലെ നമ്പർ 2 ഏതാണ്, 175 ആണ്. 175ൻ്റെ ഫാക്ടേഴ്സാണ് 1, 5, 7, 25, 35, 175. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 5 ഇതിലും ഉണ്ട്, 7 ഇതിലുണ്ട്, ഇതിൽ 7 ഉണ്ട്. അപ്പം കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 5, അതേപോലെ തന്നെ 1, 5, 7, 35. ഇത്രയാണ് ഇതിൽ കോമൺ ഫാക്ടേഴ്സ്.
അതിലുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടറിനാണ് നമ്മൾ 35 എന്നെടുത്തത്. അതാണ് നമ്മൾ ഒറ്റയടിക്ക് 35 ചെയ്തത്. ഇനി അതല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട്. വേറെ ഒരു മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യല്ലോ. അപ്പോൾ നമുക്ക് 105നെ ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പോൾ നമുക്കറിയാം 5 പോകുന്ന 5 2 1, പിന്നെ നമ്മൾ 7 പോകുന്നറിയാം, അപ്പം 3. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി 175നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പോൾ 5ൽ നമുക്ക് 3 5 5ൽ 7 ടൈംസ് ആണെന്നറിയാം, അപ്പോൾ 5. അപ്പോൾ ഇവിടെ നോക്കൂ, 5 × 7 × 5 അല്ലേ, 5 × 7 × 5 അതാണ് 175ൻ്റെ വന്നത്. ഇത് 5 × 7 × 3. അപ്പോൾ ഇതിൽ രണ്ട് കോമൺ ആയിട്ടുള്ള ഏതാണ്? 5 × 7. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടും നമുക്ക് 5 × 7 എന്ന് പറഞ്ഞാൽ 35. അങ്ങനെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്തിട്ടും ഇത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇത് 3 മെത്തേഡ് ഇപ്പം പറഞ്ഞുതരാണ്. ഓക്കെ, 3 മെത്തേഡാണ് ഇതിനുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ച് 35 കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് പറ്റാവുന്ന ചെറിയ സംഖ്യകൾ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കാം. 96 women and 144 men attended a meeting. Find the ratio of the number of women to the number of men. അപ്പോൾ 96 സ്ത്രീകളും 144 പുരുഷന്മാരും ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ വിമൻ ടു മെൻ, അപ്പോൾ വിമൻ ടു മെൻ ആണ് 96 144 ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് വിമൻ എത്രയാണ്? 96 ആണ്. നമ്പർ ഓഫ് മെന്ന് 144 ആണ്. റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് വിമൻ ടു ദ നമ്പർ ഓഫ് മെന്ന് എന്താണ്? 96 144. അപ്പോൾ 96ലും 144ലും കോമൺ ഫാക്ടർ ഏതാണ്? 48 ആണ്. അപ്പോൾ നമ്മൾ 96നെ 48 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 144നെ 48 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറാണ് 2:3. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 48 എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? അതിനുള്ള മെത്തേഡ് 3 മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം. ആദ്യം നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് 96 എഴുതാം. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് എഴുതി വരുമ്പോൾ ചിലപ്പം ഫാക്ടേഴ്സൊക്കെ നമുക്ക് മറന്നു പോകും. അങ്ങനെ നോക്കുമ്പോൾ കോമൺ നമ്മൾ 96ൻ്റെ ഫാക്ടേഴ്സ് എഴുതണം, 144ൻ്റെ ഫാക്ടേഴ്സ് എഴുതണം, എന്നിട്ട് അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 48 നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അനദർ മെത്തേഡ് എന്താണ്? ഫാക്ടറൈസേഷൻ. അതായത് 96നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുക. ഇതാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 96 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ നമുക്ക് 48നെ 4 കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 4 കൊണ്ട് ചെയ്താൽ പെട്ടെന്ന് കഴിയല്ലോ. അപ്പോൾ ഒക്കെ 1 2 കിട്ടി. പിന്നെ 1 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ് അല്ലേ. ഇനി അതേപോലെ 144നെ 2 കൊണ്ട് ചെയ്തു, പിന്നെ 2 കൊണ്ട് ചെയ്തു, പിന്നെ 2 കൊണ്ട് ചെയ്തു, പിന്നെ 2, അങ്ങനെ നമുക്ക് ഇതും കിട്ടി. ഇനി ഇതിൽ കോമൺ എന്ന് പറയുമ്പോൾ 2 ഇതിൽ കോമൺ ആണ്, അത് നമുക്ക് ഇവിടെ എഴുതാം. അതേപോലെ തന്നെ 4 ഇവിടെ ഉണ്ട്. അപ്പോൾ 2 × 2 4 നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 3 അല്ലേ, 3 ഇവിടെ കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 3നെയും എഴുതാം. ഓക്കെ, പിന്നെ നമുക്കിവിടെ 2 ഉണ്ട്, ഇവിടെ 4 ആണുള്ളത്. അപ്പോൾ നമുക്ക് 2 × 2 എന്ന് എഴുതാം. അപ്പോൾ ഒരു 2നെ നമുക്ക് ഇവിടെ എഴുതാം. ഒക്കെ അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 × 8 8 × 16 16 × 3 ദാറ്റ് ഈസ് 48. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. 48 എങ്ങനെ കിട്ടിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളത് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ 48 കിട്ടിയതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മൂന്നാമത്തേത്, of 2 pencil, it is shorter is 4.5 cm long and the long of 7.5 cm. What is the ratio of the length of the longer to the shorter? അപ്പോൾ 4.5ഉം 7.5ഉം ആണ്. ഇവിടെ ലോങ്ങർ ടു ദ ഷോർട്ടർ എന്നാണ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ, ലോങ്ങർ ടു ദ ഷോർട്ടർ. അപ്പോൾ നമ്മൾ 7.5 ആണ് ആദ്യം എഴുതേണ്ടതല്ലേ. അപ്പോൾ 7.5, ലെങ്ത് ഓഫ് ഷോർട്ടർ പെൻസിൽ 4.5 cm, ലെങ്ത് ഓഫ് ലോങ്ങർ പെൻസിൽ 7.5. റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ലോങ്ങർ ടു ദ ഷോർട്ടർ. അപ്പോൾ ഇവിടെ
ഇവിടെ നോക്കാന്ന് വെച്ചാൽ 4.5ഉം 7.5ഉം ആണ്. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്താക്കി 4.5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, 7.5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9ഉം കിട്ടി. 7.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 15th. പിന്നെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മെത്തേഡ് ഈസി ആവാം. 4.5 ഒക്കെ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണല്ലോ. അതിന് നമ്മൾ ഈ നമ്പറിലേക്ക് മാറ്റി രണ്ടിനെയും ഒരേ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് ഇങ്ങനെ നമ്പറിലേക്ക് മാറ്റി നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്റ്റെപ്സ് ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ്. അപ്പം 15 ഇപ്പോൾ ലോങ്ങർ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ 15:9. ഇവിടെ നമുക്കറിയില്ല 15നും 9നും കോമൺ ആയിട്ടുള്ള ഏതാണ്? 3 ആണല്ലേ. അപ്പോൾ 5:3. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ എന്തുകൊണ്ടാണ് 4.5ഉം 7.5ഉം ഇതായത് എന്നാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 4.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 9 ആയി. 7.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 15 ആയി. 15ലും 9ലും കോമൺ ആയിട്ടുള്ളത് 3 ആണ്. ഓക്കെ. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 15 നമുക്കറിയാം 1, 3, 5, 15. ഫാക്ടേഴ്സ് ഓഫ് 9 1, 3ന് കോമൺ ഫാക്ടർ 1ഉം 3ഉം ആണ്. അതിൽ തന്നെ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് 3. അതാണ് ഈ 3 ഇവിടെ അല്ലേ. ഇനി വേറെ മെത്തേഡ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് 15 എങ്ങനെ കിട്ടും? 50 എന്ന് പറയുമ്പോൾ നമുക്ക് 5ൽ ആദ്യം പോകും, പിന്നെ 3. 5 ഇൻറ്റു 3 കിട്ടി. 9 എന്ന് പറയുന്നത് നമുക്ക് 3 മാത്രമേ പോകൂ. 3. അപ്പോൾ നമ്മുടെ ഇവിടെ കോമൺ ഫാക്ടർ ഏതാണ്? 3 ആണ്. അതാണ് നമ്മൾ 3 എടുത്തത്. 15 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 5. 9 ഡിവൈഡഡ് ബൈ 3. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം. When a rope was used to measure the sides of a rectangle, the width was 1/4 of the rope and the height was 1/3 of the rope. What is the ratio of the height to the width? ഇവിടെ ഹൈറ്റ് ഏതാണ്? 1/3 ആണ്. ടു വിഡ്ത്ത് ആണ് പറഞ്ഞത് 1/4 ആണ്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ 1/4 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 1/3 പാർട്ടാണ്. അപ്പോൾ ഇവിടെ റേഷ്യോ കാണാം. റേഷ്യോ ഓഫ് ദ വിഡ്ത്ത് ടു ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ടു വിഡ്ത്താണ് നമ്മളോട് ചെയ്തത്. ഹൈറ്റ് അല്ല നമ്മളോട് പറഞ്ഞത്, ഹൈറ്റ് ടു വിഡ്ത്താണ്. അപ്പോൾ ഹൈറ്റ് ടു വിഡ്ത്ത് എത്രയാണ്? ഹൈറ്റ് ടു വിഡ്ത്ത് എത്രയാണ്? ഹൈറ്റ് ടു വിഡ്ത്ത് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ 1/3 ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 1/4 ആണ്. ഇനി 1/3ഉം 1/4ഉം നമ്മൾ എങ്ങനെ ഇനി നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യും? അതിന് നമ്മൾ 3യും 4ലും കോമൺ ആയിട്ടുള്ളത് 12 ആണ്. അപ്പം 1/3 ഇൻറ്റു 12. ഓക്കെ. 1/4 ഇൻറ്റു 12. എന്തുകൊണ്ടാണ് 12 തിരഞ്ഞെടുത്തത്? ഇത് കോമൺ ആയിട്ടുള്ളത് എന്താണ്? കോമൺ LCM എന്ന് പറയും. മൾട്ടിപ്പിൾ ഏതാണ്? 12 ആണ്. 3ൻ്റെയും 4നെയും പോകുന്നത് 12 ആണ്. അതുകൊണ്ടാണ് 12 എടുത്തത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. ഇവിടെ 4, ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെ 3. അപ്പം നമുക്ക് ആൻസർ എത്രയാണ്? 4:3 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 4ാമത്തെ ആൻസർ എത്രയാണ്? 4:3. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 1/2 glasses of water would fill a large bottle and 2 1/2 glasses of water could fill a smaller bottle. What is the ratio of the capacities of the larger bottle to the smaller bottle? അപ്പോൾ larger bottle to smaller ആണ്. അപ്പോൾ larger bottle എന്ന് പറഞ്ഞാൽ 3 1/2 ആണ്. സ്മോൾ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 2 1/2 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. Volume of the larger water 3 1/2. Volume of the smaller water 2 1/2. Ratio of the volume of large and small water and the 3 1/2 is to 5 1/2. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ ഇനി നമ്മൾ ഇതിനെ സാധാ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ 3 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നേരത്തെ ചെയ്താണ്. 3 ഇൻറ്റു 2 6 6 പ്ലസ് 1 7/2. ഇനി 2 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 ഇൻറ്റു 2 4 4 പ്ലസ് 1 5 5/2 ആണ്. അപ്പോൾ നമ്മൾ 7/2 ഈസ് ടു 5/2 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 7/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7:5. ഓക്കെ. അപ്പോൾ നമ്മുടെ 5ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 7:5 ആണ്. അപ്പോൾ മനസ്സിലാവാത്തത് ഒന്നും കൂടി ഒന്ന് നോക്കുക. അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തുക, എന്നിട്ട് വേറെ ഏതെങ്കിലും വീഡിയോ കാണുക കേട്ടോ. ഓക്കെ. താങ്ക് യു.